അച്ഛൻ വിഷമിക്കേണ്ട, ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ യുഎസിൽ പോകും, നമ്മുടെ കുടുംബം ഞാൻ നോക്കും, അച്ഛൻ്റെ കടമൊക്കെ വീട്ടും, പിന്നെ നമുക്ക് സുഖമായി ജീവിക്കാം. അച്ഛൻ്റെ മനസ്സിൽ ഒരു 100 സ്വപ്നം കെട്ടി പടുത്തുയർത്തിയ മകളെ ഇക്കഴിഞ്ഞ 3 ദിവസമായി മുണ്ടക്കയിൽ തിരയുകയാണ് അച്ഛൻ. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ ഇപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് വിലപിക്കുകയാണ്. 3 ദിവസമായി 9ാം ക്ലാസ്സുകാരി മകളെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെയാണ് അച്ഛൻ മുണ്ടക്കയിൽ തന്നെ കാത്തിരിക്കുന്നത്. ബന്ധുക്കളടക്കം പലരെയും ഉരുൾപൊട്ടലെടുത്തപ്പോൾ 9ാം ക്ലാസ്സുകാരിയായ തൻ്റെ മകൾ എവിടെയാണെന്ന് പോലും അറിയാതെ നെഞ്ചുപൊട്ടി കരയുകയാണ് അദ്ദേഹം. ഈ ഉരുൾപൊട്ടലുണ്ടായ ദിവസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ശക്തമായ കാറ്റായിരുന്നു, ഹെലികോപ്റ്റർ വരുന്നത് പോലെയുള്ള ശബ്ദം, എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് തോന്നി. തുടർന്ന് അച്ഛനെയും കുട്ടിയെയും വിളിച്ചിട്ട് അവരാരും എഴുന്നേൽക്കുന്നില്ല. മണിക്കുട്ടി എന്നാണ് അവളെ വിളിക്കാറ്. മണിക്കുട്ടിയെ വിളിച്ച് എൻ്റെ തൊണ്ട പൊട്ടി. 1 മണിക്കെല്ലാം പോയി. എൻ്റെ വീട് റോഡിൻ്റെ മേലെയാണ്. താഴത്തെ തറവാട് പോയി. കുട്ടികളെ കൂട്ടി മുകളിലേക്ക് കയറിയതുകൊണ്ട് ഞങ്ങൾ ചിലർ രക്ഷപ്പെട്ടു. അടുത്ത വീട്ടിലെ മുബീനെയും ഒരു കുട്ടിയെയും ചെളിയിൽ ഒഴുകി വന്നിട്ട് ഏട്ടാ ഏട്ടാ എന്ന് വിളിച്ച് കരയുകയായിരുന്നു. അവരെ ഇതുവരെ കണ്ടില്ല. എൻ്റെ കുട്ടിയെ കാണാതായിട്ട് 3ാമത്തെ ദിവസമാണ്. വെള്ളാർമലയിലെ സ്കൂളിൻ്റെ മുകളിലാണ് എൻ്റെ വീട്. എസ്റ്റേറ്റിലെ ജോലിക്കാരനാണ്. അച്ഛനിനി പേടിക്കണ്ട, 10 വർഷം കൂടി പണിയെടുത്താൽ മതിയെന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തന്നോട് പറയാറുണ്ടായിരുന്നു. അച്ഛൻ 10 കൊല്ലം കൂടി കാത്തിരിക്കൂ, അത് കഴിഞ്ഞാൽ ഞാൻ യുഎസിൽ പോകും, അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ മോളാണ്. എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് മാത്രം 100 പേർ മിസ്സിംഗ് ആണ്. എല്ലാവരും പോയി. മുണ്ടക്കയിലെ കുടുംബക്കാർ ആരുമില്ല. സമ്പാദ്യവും വീടുമെല്ലാം പോയിക്കോട്ടെ, നമ്മൾ ഭക്ഷണം കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ പോയില്ലേ സാറേ എന്നാണ് അദ്ദേഹം വിലപിക്കുന്നത്. അതേസമയം ചൂരൽമലയിലെ മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 277 കഴിഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 240 പേരെ കാണാതായി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. രാവിലെ ചാലിയാറിൽ തിരച്ചിൽ ആരംഭിച്ചു. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് 3ാം നാളിലെ തിരച്ചിൽ നടക്കുന്നത്. 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി മുണ്ടക്കയിൽ എത്തിച്ചു. കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും ഒക്കെ എത്തിക്കാൻ ഒരുങ്ങുകയാണ്. 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8302 പേരുണ്ട്. അതുമാത്രമല്ല, സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലം ഇന്ന് പ്രവർത്തനക്ഷമമാകും എന്ന് തന്നെ പറയുന്നു. വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3ാം ദിനവും ദൗത്യമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇവർക്കൊപ്പം ഡോഗ് സ്ക്വാഡ് അടക്കം രംഗത്തുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് തുടർന്ന് ഇന്ന് രാവിലെയോടെ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് 1167 പേരെ നിയോഗിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ 9 ടീമിനെയും നിയോഗിച്ചിരിക്കുകയാണ്. കേരള പോലീസിന്റെ കടാവർ നായ്ക്കളും തിരച്ചിലിനുണ്ട്. അതേസമയം മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താൻ ഐബോർഡ് ഉപയോഗിക്കാൻ ഒരുങ്ങുന്നു. രക്ഷാപ്രവർത്തനത്തിന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സംഘത്തിന്റെ സഹായം കേരളം തേടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നാവികസേനയും ഇപ്പോൾ രംഗത്തുണ്ട്. പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ഇവരെല്ലാം തന്നെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ ദുരന്ത ഭൂമിയിൽ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.